തലമുടി പട്ടുപോലെ തിളങ്ങാൻ ഷാംപൂവിൽ അല്പം സവാള നീര്. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. മിക്കവാറും ഭക്ഷണ സാധനങ്ങളിൽ ചേർക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് സവാള. മുടി നല്ലപോലെ വളരാനും സവാള സഹായിക്കുമെന്നറിയാമോ? മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, മുടി കൊഴിച്ചിലിനും താരൻ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നുമാണ് സവാള. തലമുടി സംരക്ഷണത്തിന് സവാള എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാൻ ഈ വീഡിയോ കാണാം. ഷാംപൂ മുടിക്ക് താൽക്കാലിക ഭംഗി നൽകുമെങ്കിലും ഇതിലെ രാസപദാർത്ഥങ്ങൾ പലപ്പോഴും മുടിക്ക് ദോഷം വരുത്തുമെന്നതാണ് വാസ്തവം. ഇതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് സവാള ജ്യൂസ് ഇതിൽ ചേർക്കുന്നത്. ഇത് മുടിക്ക് ഷാംപൂവിലെ കൃത്രിമ പദാർത്ഥങ്ങളിൽ നിന്നും രക്ഷ നൽകും. ഷാംപൂ ചെയ്യുമ്പോൾ സവാള നീര് കൂടി ചേർക്കുന്നത് നല്ലൊരു കണ്ടീഷണറുടെ ഗുണമാണ് നൽകുന്നത്. ഷാംപൂ ചെയ്ത മുടി വരണ്ടു പോകാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതിലൂടെ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുകയും ചെയ്യും. ഷാംപൂവിലെ രാസപദാർത്ഥങ്ങൾ പലപ്പോഴും മുടിയുടെ സ്വാഭാവിക കറുപ്പ് കുറയ്ക്കാൻ കാരണമാകാറുണ്ട്. സവാളയിലെ സൾഫർ മുടിയിൽ കോട്ടിംഗ് ആയി പ്രവർത്തിച്ച് മുടിക്ക് കറുപ്പ് നൽകുകയും ചെയ്യുന്നു. തലയിലെ താരന് പരിഹരിക്കാനുള്ള എളുപ്പവഴിയാണ് സവാള നീരും ഷാംപൂവും. താരൻ കളയാനുള്ള ഷാംപൂവിൽ സവാള നീര് ചേർക്കുന്നത് ഇരട്ടി ഗുണം നൽകും. താരൻ വേരോടെ തുരത്താൻ ഇത് സഹായിക്കും. സവാള നീര് മുടി വേരുകളെ ബലപ്പെടുത്തും. ഷാംപൂവിലെ ഘടകങ്ങൾ മുടി വേരിനെ ദുർബലപ്പെടുത്തിയാലും ഈ ദോഷമില്ലാതാക്കാൻ ഇതിൽ സവാള നീര് കലർത്തിയാൽ മതിയാകും. മുടിക്കിത് ഏറെ ഉറപ്പ് നൽകും. സാധാരണയായി സവാള നീരാണ് മുടി വളരാനും കഷണ്ടി നീക്കാനുമെല്ലാം ഉപയോഗിക്കാറ്. എന്നാൽ ചിലർക്കെങ്കിലും ഇത് കണ്ണിന് നീറ്റലും മുടിയുടെ ദുർഗന്ധവും ഉണ്ടാക്കുമെന്ന് പരാതി ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്ക് മറ്റൊരു രീതിയിൽ സവാള ഉപയോഗിക്കാം. 4-5 സവാള എടുക്കുക. ഇതിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. 1 ലിറ്ററോളം വെള്ളമെടുത്ത് അരിഞ്ഞ സവാള ഇതിലിട്ട് തിളപ്പിക്കുക. 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് തിളയ്ക്കണം. പിന്നീട് ഈ വെള്ളം വാങ്ങി വെച്ച് തണുക്കാൻ അനുവദിക്കുക. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ മുടി വളരാൻ സഹായിക്കുന്ന സവാളയിലെ സൾഫർ വെള്ളത്തിൽ കലരും. ഈ വെള്ളം കൊണ്ട് മുടി കഴുകാം. മുടിയിൽ പുരട്ടി അല്പനേരം ഇരിക്കാം. സാധാരണ വെള്ളം ഉപയോഗിച്ച് തല കഴുകിയ ശേഷം അവസാനം ഇത് തലയിൽ ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലെ ദുർഗന്ധം പ്രശ്നമെങ്കിൽ ഇതിനു ശേഷം സാധാരണ വെള്ളം കൊണ്ട് തല കഴുകാം. എന്നാൽ സവാള നീര് പ്രശ്നമല്ലാത്തവർക്ക് ഇതിന്റെ നീരെടുത്ത് തേൻ കലർത്തി ശിരോചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കാം. ആഴ്ചയിൽ 3-4 തവണയെങ്കിലും അല്പകാലം അടുപ്പിച്ച് ചെയ്യുന്നത് മുടി നല്ലപോലെ വളരാൻ മാത്രമല്ല, മുടി കൊഴിച്ചിൽ പൂർണ്ണമായും ഒഴിവാക്കാനും സഹായിക്കും. സവാള അരിഞ്ഞ് മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് അരയ്ക്കുക. ഈ നീര് തലയോട്ടിയിൽ പുരട്ടി നല്ലപോലെ മസാജ് ചെയ്യണം. പിന്നീട് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി പിഴിഞ്ഞ് തലയിൽ പൊതിഞ്ഞു വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് മുടി നല്ലപോലെ കഴുകാം. തലയിൽ തേക്കുന്ന എണ്ണയും സവാള നീരും ചേർത്ത മിശ്രിതവും നല്ല ഒന്നാം തരം ഹെയർ പാക്ക് ആണ്. മുടിയുടെ തിളക്കം ലഭിക്കാനും മുടി നല്ലപോലെ വളരാനും ഇത് സഹായിക്കും. ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യണം. അല്പം കഴിഞ്ഞ് കഴുകിക്കളയാം. സവാളയുടെ നീരെടുത്ത് ഇതിൽ 1 സ്പൂൺ ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ ചേർത്തിളക്കുക. ഇത് തലയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് അല്പം കഴിയുമ്പോൾ കഴുകിക്കളയാം. ഷാമ്പു തേച്ച് കഴുകിയ ശേഷം ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് വെള്ളത്തിൽ മുടി കഴുകാം. അരച്ച സവാള, ബിയർ, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കുക. ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കണം. ഇതിന് ശേഷം കഴുകിക്കളയാം. മുടി മൃദുവാവാൻ ഇത് സഹായിക്കും.